എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ സി എസിൻ്റെ പുതിയൊരധ്യായത്തിലോട്ട് സ്വാഗതം. ഈ പുതിയ വീഡിയോ ലെക്ചർ സീരീസിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ BTech ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റാണ്. ES 102 എന്ന് പറഞ്ഞ കോഡുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നോർമലി +2 ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് സ്റ്റുഡൻസിന് പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പേപ്പർ. ഓക്കെ, നോർമലി അത് ബയോളജി സയൻസൊക്കെ കഴിഞ്ഞ് വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ബുദ്ധിമുട്ട് തിരികേറും. ഈ C പ്രോഗ്രാമിങ്ങിൻ്റെ ഈ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്. ഓക്കെ, എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്? വാട്ട് ഈസ് ദ നീഡ് ഫോർ സ്റ്റഡിയിങ് ദിസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്? ഓക്കെ, അതിന് നോർമൽ ലാംഗ്വേജിൽ നിന്നും ഒരു നോർമൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലൈക്ക് ലാംഗ്വേജ് നമ്മൾ നോർമലി ഹ്യൂമൻ ബീയിങ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നോർമൽ ലാംഗ്വേജിൽ നിന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യാസമായി നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമുക്ക് എളുപ്പമായിട്ട് എങ്ങനെ പഠിക്കാം. നോർമലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ഇതൊന്നും പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, ബട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത് എനിക്ക് ഇതെങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം എപ്പോഴും എനിക്ക് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ പഠിച്ചു തുടങ്ങണം? നോർമൽ നമ്മളൊരു SO ഒക്കെ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ SO ഒക്കെ ആണെങ്കിൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ വേണ്ടത് ഒരു പ്രോഗ്രാം ബൈ ഹാർട്ട് ചെയ്യലല്ല, ഒരു പ്രോഗ്രാം സ്വന്തമായി നമുക്ക് എങ്ങനെ എഴുതി ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യമേ പറയാം, സബ്ജക്റ്റ് തുടങ്ങുന്നതിന് ആദ്യമേ പറയാം, ആദ്യത്തെ ഒരു 3-4 വീഡിയോ ലെക്ചറിൽ പറയുന്ന ടേംസ് ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഒരു 4-5 വീഡിയോ ലെക്ചറിന് ശേഷം ആദ്യത്തെ 3-4 വീഡിയോ ലെക്ചറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റിവൈസ് ചെയ്തുകൊണ്ട് വി വിൽ ബിഗിൻ വിത്ത് എ പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ തീർച്ചയായും റീകോൾ ചെയ്യാനും ഇതൊക്കെ കണക്ട് ചെയ്യാനും പറ്റും. ഇതിവിടെ പറയാൻ കാരണം, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പുതിയ ടേംസ് പറയുന്ന സമയത്ത് ഇതൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം പഠിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആ വീഡിയോ ലെക്ചർ അവിടെ നിർത്തിക്കളയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇത് സൂചിപ്പിച്ചത്. ഓക്കെ, ഈ വീഡിയോ ലെക്ചറിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയും. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അടുത്ത സെഷനിൽ വൈ വി ആർ ലേണിംഗ് ദിസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ്. ദെൻ തേർഡ് സെക്ഷനിൽ വി വിൽ സിംപ്ലി ലേൺ ഹിസ്റ്ററി ഓഫ് C പ്രോഗ്രാമിങ്ങിൻ്റെ ഹിസ്റ്ററി. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യവുമില്ല. C പ്രോഗ്രാമിൻ്റെ ഹിസ്റ്ററി വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ റോൾ എന്താണെന്നുള്ള കാര്യം പഠിക്കും. ആൻഡ് we will learn different types of language translators. Then we will move on to the concept called C compilers. Then we will simply learn how can we start learning C programming. ഒരു C പ്രോഗ്രാം നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ C പ്രോഗ്രാം പഠിക്കുന്നതിനെക്കാട്ടും ഉപരി യൂസ് ചെയ്യുന്ന ടേം C ലാംഗ്വേജ് എങ്ങനെ പഠിച്ചു തുടങ്ങാം. ദെൻ ഹൗ ക്യാൻ വി റൈറ്റ് പ്രോഗ്രാംസ് ബൈ യൂസിങ് ദിസ് ലാംഗ്വേജ്. നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിൽ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുകയല്ല ചെയ്യുക. വി വിൽ ലേൺ മലയാളം ഓർ ഇംഗ്ലീഷ് ഫസ്റ്റ്, ദെൻ വി വിൽ യൂസ് ദാറ്റ് മലയാളം ഓർ ഇംഗ്ലീഷ് ടു ടോക്ക്. ആണോ, സംസാരിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് മലയാളവും ഇംഗ്ലീഷ് പിന്നീട് യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ ആദ്യം തന്നെ C പ്രോഗ്രാം എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം. ദെൻ ബൈ യൂസിങ് ദാറ്റ് ലാംഗ്വേജ് നമുക്ക് എങ്ങനെ C പ്രോഗ്രാം എഴുതാം. ആ C പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നത് മാത്രമേ ഞാൻ ഈ വീഡിയോ ലെക്ചറിൽ പറഞ്ഞുള്ളൂ. തൊട്ടടുത്ത വീഡിയോ ലെക്ചറിലായിട്ട് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് കോൺസ്ട്രക്റ്റ് നമ്മൾ പഠിക്കും. ദെൻ ഒരു 4-5 വീഡിയോന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതി തുടങ്ങാവും എന്നുള്ള കാര്യവും പഠിക്കും. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നോർമലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചോദിക്കുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ടേം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ.
ബട്ട് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഹ്യൂമൻ ബീയിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുമോ? അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് മൊബൈലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, മറ്റ് ഹാർഡ്വെയർ ഡിവൈസൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ATM മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? നോർമലി പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങും ഒരു കമ്പ്യൂട്ടർ മെഷീൻ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റിയ ഏതൊരു മെഷീനെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ മെഷീൻ എന്ന് വിളിക്കാം. അത് നമ്മുടെ ലാപ്ടോപ്പോ PCയോ ആയിക്കൊള്ളണമെന്നില്ല. അത് മൊബൈലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആവാം, ദാറ്റ് മേ ബി ഒരു കാൽക്കുലേറ്റർ ആവാം. ഓക്കെ, ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന ഏതൊരു ഡിവൈസും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ലാംഗ്വേജ് ഒരു ഹ്യൂമൻ ബീയിങ്ങും ഒരു കമ്പ്യൂട്ടേഷണൽ മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലോട്ട് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ രണ്ട് സിസ്റ്റം തമ്മിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ, ഇതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. ഇപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ മെഷീൻ ഓർ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. ഇത് താഴെ വേറൊരു ഡെഫിനേഷനും കൂടെ കാണാം. എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ ഫോർമൽ ലാംഗ്വേജ്. See the term programming language is a formal language which comprises a set of instructions that produce various kinds of output. Okay, we will see എന്തുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം. നമ്മളിപ്പം ഒരു മലയാളം ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നിരിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിന് ഓൾറെഡി കുറേ ഗ്രാമാറ്റിക് റൂൾസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഗ്രാമാറ്റിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്തുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും സംസാരിക്കാറ്. ഈവൻ ദോ ദർ എക്സിസ്റ്റ് എ ഗ്രാമാറ്റിക് റൂൾസ്, റൈറ്റ് ആണോ? എന്നാലും നമുക്കറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് മുഴുവനായിട്ട് അറിയില്ല, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് മുഴുവനായിട്ട് അറിയില്ല. നമുക്ക് എപ്പോഴാണോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്കറിയാവുന്ന കൺസ്ട്രക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മളവിടെ ചിന്തിക്കാറൊന്നുമില്ല നമുക്കവിടെ ഗ്രാമർ ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പാസ്റ്റ് ടെൻസിനാണോ. എന്നാലും നമ്മൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കും. ബട്ട് ഇവിടെ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങും മെഷീനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഫോളോ ചെയ്തേ പറ്റും. കാരണം മെഷീന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും, അത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങും മെഷീനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രാമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സ്ട്രിക്ട്ലി ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും, നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഫോർമൽ ലാംഗ്വേജസ് ആണ്. ഇംഗ്ലീഷ് ഓർ മലയാളം ലൈക്ക് ലാംഗ്വേജ് നമ്മൾ നോർമലി നാച്ചുറൽ ലാംഗ്വേജസ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു നാച്ചുറൽ ലാംഗ്വേജും ഫോർമൽ ലാംഗ്വേജ് അല്ല, അത് ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് നാച്ചുറൽ ലാംഗ്വേജ്. ഈവൻ ദോ അവിടെ നമ്മൾ സ്ട്രിക്ട്ലി ഒരു ഫോർമൽ ലാംഗ്വേജ് എന്ന് നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ ലാംഗ്വേജിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ ഒരു ഫോർമാലിറ്റി കീപ്പ് ചെയ്യാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത സെഷനിൽ ഞാൻ പറയുന്നത് എന്തിനാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു രണ്ട് നമ്പർ ആഡ് ചെയ്യണം. സപ്പോസ് ഒരു A B എന്ന് പറഞ്ഞാൽ മാത്സിൽ നിങ്ങൾ A B എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ, അല്ലെങ്കിൽ 2 3 എന്ന് പറഞ്ഞാൽ 2 + 3 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ ആഡ് ചെയ്യണം. ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത് എനിക്കൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കണം. ഇങ്ങനെ നമ്മളത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുക. കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി എല്ലാവരും കേട്ടു, ഇറ്റ്സ് എ ഡഫ് ആൻഡ് ഡഫ് മെഷീൻ. അതിനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഇൻസ്ട്രക്ട് ദം. കമ്പ്യൂട്ടറിനെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രോബ്ലം, വാട്ട് എവർ ബി ദ പ്രോബ്ലം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തിനാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാവുന്ന ഏതെങ്കിലും ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ചെയ്തു. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷനാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു മെഷീനാണ്. ആ മെഷീന് ആക്ച്വലി മനസ്സിലാവുക ആ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിന് പറയാം മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും.
ഓക്കെ. മെഷീൻ ലാംഗ്വേജ് നോർമലി എഴുതിയിരിക്കുന്ന 0 and 1 വെച്ചിട്ടാണ്. സീറോസ് ആൻഡ് വൺസ് വെച്ചാൽ നോർമലി ബൈനറി എന്ന് പറയും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്ട് ചെയ്യണം നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഇത് മാത്രമല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൊണ്ടുള്ള യൂസ് 1 by 1 വ്യൂസ് നിങ്ങൾ ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് യൂസ് നമുക്ക് അപ്പോൾ പഠിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. ഓക്കെ. അടുത്ത സെഷനിൽ ഞാൻ പറയുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഞാനിവിടെ ഡീറ്റെയിൽ ആയി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1972 ഡെവലപ്പ് ചെയ്തത്, ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചി അറ്റ് AT&T Bell Laboratories. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. യു ക്യാൻ റീഡ് ദി സെഷൻ. അതായത് എന്താണ് സിക്ക് മുന്നേ ഉള്ള ലാംഗ്വേജ്, എന്തായിരുന്നു സിക്ക് ശേഷമുള്ള ലാംഗ്വേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ. അല്ല, സീനെ മോഡിഫൈഡ് സിക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ANSI C എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതേപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ANSI C എന്ന് പറഞ്ഞ സി ആണ്. ANSI എന്ന് പറയുന്നത് ANSI C ഒറിജിനലി ഡെവലപ്പ് ചെയ്ത സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ANSI എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ വരുത്തിയതാണ് ANSI C എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സി പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. ഞാനിവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ലാംഗ്വേജ് എങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്താണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്നറിയണം. ഓക്കെ, നമുക്കിപ്പം ഒരു നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ സിംപ്ലി ഒരു സി പ്രോഗ്രാം എഴുതും. ആ സി പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഐ ക്യാൻ സിംപ്ലി റീഡ് ഇറ്റ് ഔട്ട്. ആ സി പ്രോഗ്രാം എന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റും. ബട്ട് ആ സി പ്രോഗ്രാം നമ്മളൊരു മെഷീന് കൊടുക്കുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആർക്ക് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു കമ്പ്യൂട്ടർ മെഷീന് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ വി നീഡ് ടു കൺവേർട്ട് അവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹ്യൂമൻ ബീയിങ്ങിന് റീഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നോർമലി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുക. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ. ഓക്കെ, ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന കാര്യം കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്താ? മെഷീൻ ലാംഗ്വേജ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെഷീൻ ലാംഗ്വേജ് ഈ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട്, അല്ലെങ്കിൽ സിംപ്ലി ഒരു ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുക? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും. ഇവിടെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഈ സോഴ്സ് കോഡിനെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ബൈനറി കോഡ് അല്ലെങ്കിൽ സിംപ്ലി അതിനെ മെഷീൻ കോഡ് എന്നൊക്കെ പറയും. ഓക്കെ, എന്തിനാണ് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നുള്ള ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ മാത്രമാണ്. ഒരു ഹെറാർച്ചിക്കൽ ഓർഗനൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C, ഫോർട്രാൻ, പാസ്കൽ പോലുള്ള കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈ ലെവൽ ലാംഗ്വേജിനും മെഷീനും ഇടയ്ക്ക് വേറൊരു ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മെഷീൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ Pentium 4 എന്ന് പറയുന്ന ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ Intel 5 അല്ല Core 5, അതുപോലെ തന്നെ Intel Core 7 എന്നൊക്കെ പറയുന്ന ഒരുപാട് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊസസ്സർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഓരോ പ്രൊസസ്സറിനും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുന്ന കുറേ സെറ്റ് ഓഫ് മെഷീൻ കോഡ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ നോർമലി അസംബ്ലി ലാംഗ്വേജ് കോഡ് എന്ന് പറയാം. അത് മെഷീൻ സ്പെസിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെഷീൻ സ്പെസിഫിക് ലാംഗ്വേജായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ മെഷീൻ സ്പെസിഫിക് ലാംഗ്വേജിനെ നമുക്ക് ഫുള്ളി സീറോസ് ആൻഡ് വൺസ് ഉള്ള കോമ്പിനേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ അണ്ടർലൈങ് ഹാർഡ്വെയറിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരു ഹാർഡ്വെയർ അതിന് മനസ്സിലാവുന്ന സീറോസ് ആൻഡ് വൺസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ 3 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അസംബ്ലർ, പിന്നെ ഒന്ന് കമ്പൈലർ, പിന്നെ ഒന്ന് ഇൻ്റർപ്രറ്റർ. സിംപ്ലി പറയാം,
അസംബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് അസംബ്ലർ എന്ന് വെച്ചാൽ. ഈ അസംബ്ലി ലാംഗ്വേജിനെ ഹാർഡ്വെയർ ലെവൽ ലാംഗ്വേജ്, അതായത് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ട്രാൻസ്ലേറ്റേഴ്സാണ് കമ്പൈലറും അതുപോലെ തന്നെ ഇൻ്റർപ്രറ്ററും. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യില്ല. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉണ്ട്. ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ബോത്ത് കമ്പൈലറും ഉണ്ട് ഇൻ്റർപ്രറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് വെച്ചാൽ കമ്പൈലറാണ്. അസംബ്ലറിന് ശേഷം അസംബ്ലർ അവിടെ ഇൻബിൽട്ട് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കമ്പൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറാണ്. ഓക്കെ, എന്താണ് കമ്പൈലർ എന്നും ട്രാൻസ്ലേറ്റർ എന്താണ് കമ്പൈലർ എന്ന് മനസ്സിലായിട്ടാവും. ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് കമ്പൈലർ എന്ന് വെച്ചാൽ. എന്താണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നമ്മൾ സി പ്രോഗ്രാം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പഠിക്കും. അപ്പോൾ പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്ത സെഷനിൽ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി കമ്പൈലേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കമ്പൈലർ ഈസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ദാറ്റ് പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിട്ടൺ ഇൻ എ പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ടേൺസ് ദം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഓർ കോഡ് ദാറ്റ് എ കമ്പ്യൂട്ടർ പ്രൊസസ്സർ യൂസ്. അല്ലെങ്കിൽ മെഷീൻ ലെവലിൽ മനസ്സിലാക്കാൻ പറ്റിയ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററിനെയാണ് എന്ത് പറയുക, കമ്പൈലർ എന്ന് പറയാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബോർലാൻഡ് ടർബോസി എന്ന് പറയും. ഇത് നോർമലി നിങ്ങൾ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ടാവും. വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന ഒരു ലിനക്സ് കമ്പൈലറാണ് നോർമലി ബോർലാൻഡ് ടർബോസി എന്ന് വെച്ചാൽ. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന സി കമ്പൈലറാണ് GCC കമ്പൈലർ, GCC, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് GNU C കമ്പൈലർ എന്ന് പറയും. GNU C കമ്പൈലർ, GCC ലിനക്സ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന കമ്പൈലറാണ്. ഓക്കെ, പിന്നെ യൂസ് ചെയ്യുന്ന ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സി കമ്പൈലേഴ്സാണ് ബോർലാൻഡ് ടർബോസിയും അതുപോലെ തന്നെ GCC. ഇതിന് പുറമേ യൂസ് ചെയ്യുന്ന കമ്പൈലേഴ്സാണ് ടൈനി സി കമ്പൈലർ, പോർട്ടബിൾ സി കമ്പൈലർ, ക്ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിനനുസരിച്ച്, പ്ലാറ്റ്ഫോം മീൻസ് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ മാറിക്കൊണ്ടേയിരിക്കും. ഈ കമ്പൈലർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സി ലാംഗ്വേജ് നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങും. നോർമലി നമുക്കറിയാം, നമ്മളൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലൈക്ക് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഉള്ള അക്ഷരങ്ങൾ പഠിക്കും, ലെറ്റേഴ്സ് പഠിക്കും, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അതിനെ ക്യാരക്ടേഴ്സ് പഠിക്കും. ഓക്കെ, അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാച്ചുറൽ ലാംഗ്വേജായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിൽ പഠിക്കുന്ന ലെറ്റേഴ്സിന് അനലോഗസ് ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ടേമാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഒരു സി ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി ലാംഗ്വേജിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ സി ലാംഗ്വേജിനകത്തുള്ള ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ്, പിന്നെ ഡിജിറ്റ്സ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്പേസസ്, ഈ എല്ലാ ക്യാരക്ടേഴ്സിനെയും ആര് സപ്പോർട്ട് ചെയ്യും? സി പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്ത സ്റ്റേജ് എന്താ? സപ്പോസ് നമ്മളൊരു മലയാളം ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് വി വിൽ ഫോം എ വേർഡ്സ്. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേർഡ്സിന് കറസ്പോണ്ടിങ് അല്ല വേർഡ്സിന് അനലോഗസ് ആയിട്ടുള്ള വേർഡാണ് ടോക്കൺ എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ ക്യാരക്ടേഴ്സ് പഠിക്കും, ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് വി വിൽ ഫോം ടോക്കൺസ്. ടോക്കൺസ് ആർ ദി സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓർ ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സി പ്രോഗ്രാം. അതായത് ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റിയ ഒരു മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് എന്ത് പറയുക? ടോക്കൺസ് എന്ന് പറയും. ഇനി വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വേർഡ്സ് അല്ലെങ്കിൽ ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വേർഡ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യാൻ നോക്കും. സപ്പോസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ലാംഗ്വേജ്. ഓക്കെ, അനലോഗസ് ടു ദാറ്റ് ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടോക്കൺസ് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ നോക്കും. അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ സെൻറ്റൻസ് ഫോം ചെയ്യാൻ നോക്കും. ഇനി സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സെൻറ്റൻസ് കൂടി ചേർന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സെൻറ്റൻസ് കൂടി ചേർന്നുകൊണ്ട് ഒരു പാരഗ്രാഫ് നമ്മൾ റൈറ്റ് ചെയ്യും. ഓക്കെ, അനലോഗസ് ടു ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് വി വിൽ റൈറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രോഗ്രാംസ് കമ്പൈൻ ചെയ്തുകൊണ്ട് വി വിൽ ഫോം സോഫ്റ്റ്വെയർ. ദെൻ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് കമ്പൈൻ ചെയ്തുകൊണ്ട് വി വിൽ ഫോം പാക്കേജ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്.
MS ഓഫീസിനകത്തുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസാണ് MS വേർഡ്, MS എക്സലൊക്കെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസാണ്. ഇനി MS വേർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വേർഡിനകത്ത് തന്നെ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാമുണ്ട്, സബ്ട്രാക്ട് ചെയ്യേണ്ട പ്രോഗ്രാമുണ്ട്, സോർട്ട് ചെയ്യേണ്ട പ്രോഗ്രാമുണ്ട്. ഇനി സോർട്ട് ചെയ്യേണ്ട പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആ സോർട്ട് ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ ഇൻസ്ട്രക്ഷൻ കൂടി ചേർന്നിട്ടാണ്. ആ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കുറേ ടോക്കൺസ് കൂടി ചേർന്നിട്ടാണ്. അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ടോക്കൺസ് എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ക്യാരക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചു തുടങ്ങുക. തൊട്ടടുത്ത വീഡിയോ ലെക്ചറിൽ നമ്മൾ ക്യാരക്ടർ സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഡിഫറെൻറ്റ് ടോക്കൺസ് ഏതൊക്കെയാണ്, ആ ടോക്കൺസിനൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഇൻസ്ട്രക്ഷൻ, ദെൻ വി വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, എന്തിനാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ് പഠിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എവിടെ വെച്ച് പഠിച്ചു തുടങ്ങണം, എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. Okay, thank you.